നമസ്കാരം, ഞാൻ ജയന്താണ്. ഇന്നലെ തൊട്ട് കേരളത്തിലെ വിവരമില്ലാത്ത ജനങ്ങൾ ആസിഫ് അലിയുടെ ഫോട്ടോ ഇട്ടിട്ട് ഇത് കൂടെയുണ്ട്, ഒപ്പമുണ്ട്, അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിടുന്നു. എന്തിന്? ഈ പറയുന്നവർ ആസിഫ് അലിയുടെ കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണോ? അല്ലെങ്കിൽ കാറിലൊപ്പം യാത്ര ചെയ്യുന്നവരാണോ? അല്ല. ആസിഫ് അലിക്ക് ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അപമാനിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ രമേശ് നാരായണൻ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഇല്ല. രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആ ഒരു വലിയ പ്രോഗ്രാമിൽ വിളിച്ചിരുത്തി അപമാനിച്ചത് അത്ര പുള്ളി അപമാനിച്ചില്ല ഈ പറയുന്ന ആസിഫ് അലിയെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു, രമേശ് നാരായണൻ അല്ല ആസിഫ് അലിയെ അപമാനിച്ചത്. ഇവര് രണ്ടുപേർക്കും മുന്നേ മറ്റൊരു വ്യക്തിയുണ്ട്. അവരെ ആരും ഈ ഒരു വിഷയത്തിൽ എടുത്തിട്ടില്ല. ആ പ്രോഗ്രാമിലെ അവതാരികയായ ഒരു വ്യക്തി, ആ വ്യക്തി ഇദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിച്ചു. രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സന്തോഷ് നാരായണൻ എന്നാണ് വിളിച്ചത്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, സുരേഷ് ഗോപിനെ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കുകയാണ് ഒരു ഗസ്റ്റ് ആയിട്ട്. വിളിച്ചു വന്ന അദ്ദേഹത്തെ സ്റ്റേജിലും വിളിച്ചില്ല. അയാളെ പേരും മാറ്റി വിളിച്ചാൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പറ. ഇപ്പോൾ എന്നെ ഒരു പ്രോഗ്രാമിൽ വിളിച്ചു. എന്റെ പേര് സുരേഷ് ഗോപി എന്നാണ്, ഞാനൊരു സെലിബ്രിറ്റിയാണ്. എന്നെ വിളിച്ചു. അവിടെ വന്നിട്ട് എന്നെ സ്റ്റേജിൽ വിളിച്ചില്ല. എന്റെ പേരും മാറ്റി വിളിച്ചാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ പേര് സുരേഷ് ഗോപി എന്നാണ്, രമേശ് ഗോപി എന്നൊക്കെ പറഞ്ഞു വിളിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് ഏതൊരു മനുഷ്യനും തകർന്നു പോകും, അല്ലെങ്കിൽ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ പുള്ളി ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം ചെയ്തു. അങ്ങനെ ആയിരുന്നെങ്കിൽ ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് പുള്ളി മെമന്റോ വാങ്ങിച്ചിട്ടുണ്ട്. മെമന്റോ വാങ്ങിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് പറയാം അപമാനിച്ചു. ഓക്കെ, വാങ്ങിച്ചു. ആ ടെൻഷനിൽ നിൽക്കുന്ന ആ പുള്ളി ആ സമയത്ത് എന്ത് ചെയ്യണമായിരുന്നു? ഈ പറയുന്ന അവതാരികയെ നിങ്ങൾ ആരും ചീത്ത വിളിക്കാത്തത് എന്താണ്? അവതാരികയെ കാരണമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അവിടെ. അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അതെ, ആണ്. ആ അവതാരികയാണ് ആ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതാണ് എന്റെ ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതിന്റെ മ്യൂസിക് എന്ന് പറയുന്നത്. ആ ഒരു സീരിയസിലെ ഒരു സിനിമയായ ആ സിനിമയിൽ മ്യൂസിക് ചെയ്ത വ്യക്തിയാണ് ഈ പറയുന്ന രമേശ് നാരായണൻ. ആ വ്യക്തിയെ ആ പ്രോഗ്രാമിൽ സ്റ്റേജിൽ വിളിച്ചിട്ടില്ല. ക്രൂ എന്ന നിലയിൽ സ്റ്റേജിൽ വിളിച്ചിട്ടില്ല. മൊമന്റോ പോലും പുള്ളിയെ, അത് ഓക്കെ, പുള്ളിക്ക് എന്തോ വയ്യായിക ഉണ്ടായിരുന്നു, പുറത്തു വെച്ച് കൊടുത്തു. പക്ഷേ പുള്ളിയുടെ പേര് വരെ തെറ്റിച്ചാണ് വിളിച്ചേക്കുന്നത്. ആ ഒരു വീഡിയോ നിങ്ങൾ സൂക്ഷിച്ച് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സന്തോഷ് നാരായണൻ അല്ല രമേശ് നാരായണൻ ആണെന്ന് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാവാൻ കാരണം അത് നടത്തിയ സംഘാടകരിൽ നിന്ന് വന്ന പിഴവാണ്. പിന്നെ എന്തിനാണ് ഈ പറയുന്ന രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇതേപോലെ ഇട്ട് കൊല്ലണം? പുള്ളി ഒരു അഴുക്ക ഒരുത്തനായിരിക്കാം, പുള്ളി ആണ് എന്നാണ് നമുക്കിപ്പോ തെളിയിച്ചേക്കുന്നത്. ശരിയല്ലേ? ഈ പറയുന്ന രമേശ് നാരായണൻ വെറും അഴുക്കയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. കാര്യം നമ്മളിപ്പോ എത്ര ഇഷ്ടപ്പെടാത്ത ആളുടെ കയ്യിൽ നിന്നാണെങ്കിൽ പോലും നമ്മൾ ഒരു സാധനം നമ്മൾ ചിരിച്ചുകൊണ്ട് വാങ്ങിക്കണം, എന്തൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ നോക്കുമ്പോൾ അയാൾ വെറും അഴുക്ക ഒരു വ്യക്തി എന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്തല്ല നിൽക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാൻ കാരണം അതിന്റെ സംഘാടകരാണ്. അതിൽ നിന്ന് ഞാൻ ഉറച്ചു നിൽക്കുന്നു. എനിക്കൊരു മാറ്റവുമില്ല. പിന്നെ ഈ രമേശ് നാരായണന്റെ കൂട്ടുപിടിച്ച് ഞാൻ സംസാരിക്കുന്നതൊന്നുമല്ല. ഇയാൾ വെറും വൃത്തികെട്ട ആളാണെന്ന് പുള്ളി എന്നെ തെളിയിച്ചിട്ടുണ്ട്. കാര്യം പുള്ളിക്കോ അങ്ങനെ ഒരു അപമാനം ഉണ്ടായി. എന്തിനാണ് അത് മറ്റുള്ള ഒരാൾക്കും കൂടെ പുള്ളിയുടെ മണ്ടയിലും കൂടെ വെച്ച് കെട്ടിയത്? അതിന്റെ കാര്യമില്ല. അയാൾ വെറും വിവരമില്ലാത്തവനാണ് എന്നുള്ളത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ പുള്ളിയുടെ സോങ് വേണ്ട എന്ന് പറഞ്ഞ് ഇതിനു മുന്നേ പുള്ളി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നടൻ ആ സമയം, ആ ഒരു സിറ്റുവേഷൻ അദ്ദേഹം വളരെ മാന്യമായാണ് ഹാൻഡിൽ ചെയ്തത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞങ്ങളുടെ ചെവികൾ അറിഞ്ഞ് പൊട്ടിച്ചിട്ട് ഇറങ്ങിപ്പോയാൽ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു നടൻ അല്ല, ഒരു വ്യക്തിത്വം, ഒരു നല്ല മനുഷ്യൻ എന്ന നിലയ്ക്ക് ആസിഫ് അലി ചെയ്തത് വളരെ 100% ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ കാര്യം അതിന്റെ സംഘാടകരാണ്. സംഘാടകരും ആ പ്രോഗ്രാമിലെ അവതാരികയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വിവരമില്ലാത്ത കേരളത്തിലെ ജനങ്ങൾ, ഒന്നും ചിന്തിക്കാതെ ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാര്യം, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, വീഡിയോ ചെയ്യുന്നില്ലേ, നീ അറിഞ്ഞില്ലേ? ഞാൻ മനഃപൂർവ്വം ചെയ്യാതിരുന്നതാണ്. കാര്യം ഇന്ന് ആസിഫ് അലിയുടെ ഒപ്പീനിയൻ ആസിഫ് അലി തുറന്നു പറഞ്ഞു, രമേശ് നാരായണൻ ഇന്നലെ തുറന്നു പറഞ്ഞു. രണ്ടുപേരുടെയും കാര്യങ്ങൾ ഞാൻ നോക്കി.
ഞാൻ എന്റേതായിട്ടൊരു കാര്യം ഞാൻ നോക്കി മനസ്സിലാക്കി അതൊന്ന്. ഈ ഒരു കാര്യം ആരും മനസ്സിലാക്കിയിട്ടുമില്ല, ഈ ഒരു കാര്യം ഇതുവരെ ആരും പറഞ്ഞിട്ടുമില്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ആസിഫ് അലി എന്ന് പറയുന്ന ഒരു നടൻ നല്ലൊരു വ്യക്തിത്വമാണ്. ഈ പറയുന്ന രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു വിവരമില്ലാത്ത ഒരു മനുഷ്യനാണ് എന്ന് പുള്ളി സ്വന്തമായി തെളിയിച്ചു. ഞാൻ ഒരു വിവരമില്ലാത്ത മനുഷ്യനാണ്, എന്നിൽ ഒരു ഗുണവുമില്ല എന്ന് പുള്ളി ആ സ്റ്റേജിൽ വെച്ച് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചേക്കാണ്. എന്തായാലും പുള്ളി ആ രീതിക്ക് ഇനി ജനങ്ങൾ കാണും. പക്ഷേ ഈ കൂടെ ഉണ്ട് ഒപ്പമുണ്ട് എന്നൊക്കെ പറയുന്ന ഈ സ്റ്റാറ്റസ് ഇടുന്ന തെണ്ടികൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആസിഫ് അലിയുടെ കൂടെ നിന്നിട്ടുണ്ടാകെ. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ വീട്ടിൽ ചെന്ന് പുള്ളിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിയുടെ കൂടെ നിൽക്കണം. അറ്റ്ലീസ്റ്റ് അങ്ങനെ നിൽക്കണം. അല്ലാതെ വെറുതെ സ്റ്റാറ്റസ് ഇട്ട് ഇങ്ങനെ 4 പേരെ കാണിച്ചിട്ട് അതിലൊന്നും ഒരു അർത്ഥവും ഉള്ളതായിട്ട് കാണുന്നില്ല സുഹൃത്തെ ഞാൻ.